إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധം അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസൃതമായി ജീവിതം ക്രമീകരിക്കുന്നു യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ അതിൻ്റെ ആദ്യ 1/3 അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് നാം ഉള്ളത്. ഇപ്പോൾ നമ്മെ ആശങ്കപ്പെടുത്തുന്നതും നമ്മൾ പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു ആശങ്ക എന്ന് പറയുന്നത് എത്ര വേഗത്തിലാണ് റമളാനിൻ്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുന്നത് എന്നതാണ്. റമളാൻ തുടങ്ങിയത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അതിനുശേഷം റമളാനിൻ്റെ രാവും പകലും എത്ര വേഗത്തിലാണ് നമ്മളിൽ നിന്ന് പോയി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ആശങ്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഇബ്നു റജബ് അൽ ഹംബലി എന്ന പ്രസിദ്ധനായ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ലതായിഫുൽ മആരിഫ് എന്ന ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞ ഏതാനും വരികളുണ്ട്. ഫയാ ഷഹ്റ സിയാമി ഫദ്ദത് നഫ്സി തമഹൽ ബിർറഹീലി വൻതിഖാലി ഫമാ അദ്രി മൽ ഹൗലു വല്ല വഉദ്തലി കാബിലിൻ ഫി ഖൈരി ഹാലി അതലഖാനി മഅൽ ലഹിയാഇ ഹയ്യൻ ഔ അന്നക തൽഖാനി ഫിൽ ലഹ്ദി ബാലി. അദ്ദേഹം പറയുന്നത്, അയാ ഷഹ്റ സിയാമി, അല്ലയോ ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞ റമളാൻ മാസമേ, തമഹൽ ബിർറഹീലി, നിൻ്റെ യാത്രയുടെ വേഗത ഒന്ന് കുറക്കണം. വല്ലിൻതിഖാൽ, നീ ഇങ്ങനെ നീങ്ങിപ്പോകുന്നതിൻ്റെ, നിൻ്റെ സഞ്ചാരത്തിൻ്റെ വേഗത നീ ഒന്ന് കുറക്കണം. കാരണം ഫമാ അദ്രി മൽ ഹൗലു വല്ല, എനിക്കറിയില്ല ഈ വർഷം കഴിഞ്ഞാൽ, ഈ വർഷം അങ്ങ് കഴിഞ്ഞു പോയാൽ, വഉദ്ത ബിഖാബിലിൻ ഫി ഖൈരി ഹാലി, നീ മടങ്ങി വരുമ്പോഴേക്ക് ആരോഗ്യവാനായി നല്ല അവസ്ഥയിൽ സുസ്ഥിതിയിൽ എനിക്ക് നിന്നെ കണ്ടുമുട്ടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതലഖാനി മഅൽ ലഹിയാഇ ഹയ്യൻ, അതുമല്ല നീ തിരിച്ചു വരുമ്പോഴേക്ക്
ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായി എനിക്ക് നിന്നെ കണ്ടുമുട്ടാൻ കഴിയുമോ എന്നും എനിക്കറിയില്ല. ഔ അന്നക തൽഖാനി ഫില്ലഹ്ദി ബാലി, അതല്ല നീ മടങ്ങിയെത്തുമ്പോഴേക്ക് എൻ്റെ മയ്യത്ത് ഖബറിൽ എൻ്റെ മയ്യത്തായിരിക്കുമോ നീ കണ്ടുമുട്ടുക എന്നും എനിക്കറിയില്ല എന്ന് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് റമളാൻ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിലുള്ള വിഷമം അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ വരികളിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ റമളാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ കഴിഞ്ഞ ദിനരാത്രങ്ങളെക്കുറിച്ച് ഒരു കണക്കെടുത്ത് നടത്തുമ്പോൾ നമ്മളിൽ ആർക്കാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുന്നത്? അൽഹംദുലില്ലാഹ്, റമളാനിൻ്റെ ദിനരാത്രങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എനിക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി പറയാൻ ആർക്കാണ് കഴിയുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെയും അതും പ്രവാചകൻ്റെ സമുദായവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന മസലി വമസലു ഉമ്മത്തി കറജുലിൻ ഇസ്തൗഖദ നാറ ഫജഅലഹു ദുവാബ് വൽ ഫറാശു യഖഅന ഫീഹാ വഅന ആഖിദുൻ ബിഹജ്സികും വഅൻതും തത്തഹിമൂന ഫീഹാ. ഇന്ന മസലി വമസലു ഉമ്മത്തി, എൻ്റെയും എൻ്റെ ഉമ്മത്തിൻ്റെയും ഉപമ എന്ന് പറയുന്നത് കറജുലിൻ ഇസ്തൗഖദ നാറ, വിളക്ക് കത്തിച്ചു വെച്ച, തീ കത്തിച്ചു വെച്ച ഒരു മനുഷ്യനെ പോലെയാണ്. ഫജഅലഹു ദവാബ് വൽ ഫറാശ് യഖഅന ഫീഹാ, അങ്ങനെ ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വിളക്ക് കത്തിച്ചു വെച്ചാൽ പ്രാണികളും പാറ്റകളുമെല്ലാം ആ തീയിലേക്ക് അടുക്കുകയും ആ തീയിലേക്ക് ചാടാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യും. വാന ആഹിദും ബിഹജ്സിക്കും, എന്നാൽ ഞാൻ നിങ്ങളുടെ അരക്കെട്ടിൽ പിടിച്ച് പിന്നിലേക്ക് വലിക്കും. ഫഅൻതും തത്തഹിമൂന ഫിഹ, എന്നാൽ അപ്പോഴും നിങ്ങൾ എൻ്റെ ആ പിടുത്തത്തിൽ നിന്ന് കുതറി ആ നരകത്തിലേക്കുള്ള പരിശ്രമത്തിൽ ആയിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ നടത്തുന്ന ഇടപെടലിനെ കുറിച്ചാണ് കൃത്യമായി പ്രവാചകൻ ഉപമയിലൂടെ വിശദീകരിച്ചത്. ഒരു കത്തിച്ചു വെച്ച വിളക്കിലേക്ക്, തീയിലേക്ക് പാഞ്ഞെടുക്കുന്ന പാറ്റകളെപ്പോലെ വിശ്വാസികൾ ഇങ്ങനെ നരകത്തിലേക്ക്, ആ നരകത്തിലേക്കുള്ള യാത്രയിലായിരിക്കുമ്പോൾ അവരെ നരകത്തിൽ നിന്ന് അകറ്റാനും സ്വർഗത്തിലേക്ക് അവർക്കുള്ള വാതിലുകൾ തുറക്കപ്പെടാനും ആവശ്യമായ നിർദ്ദേശങ്ങളും ജീവിത മാതൃകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുമ്പോൾ ആ ജീവിതം പിന്തുടരേണ്ടുന്നതിന് പകരം, ആ കൽപ്പനാ നിർദ്ദേശങ്ങളെ പിന്തുടരേണ്ടതിനു പകരം നരകത്തിലേക്ക് ആപതിക്കുന്നതിനു വേണ്ടി മനുഷ്യൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകത കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളിലെ നന്മ തിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കി അതിൽ തൻ്റേതായ ഒരു തീരുമാനമെടുത്ത് കർമ്മപഥത്തിൽ മുന്നേറുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ അബദ്ധങ്ങൾ ഉണ്ടാകാൻ, സ്ഖലിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം വിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് ഖുലിഖൽ ഇൻസാന വഗീഫ, തീർച്ചയായും മനുഷ്യനെ കുറെ ദുർബലതകളോടുകൂടിയാണ്, പോരായ്മകളോടുകൂടി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില പോരായ്മകളും ദുർബലതകളും ഒക്കെയുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആജന്മശത്രുവായ പിശാച് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സമയവും ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമുക്കിടയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്ലീസ് നടത്തുന്ന ഒരു വർത്തമാനം ഹദീസിൽ കാണാം. ഖാല ഇബ്ലീസ് പറയുന്നുണ്ട്, യാ റബ്ബി വ ഇസ്സതക ലാ അബ്റഹു ഔ ഉഗ്വിയ ഇബാദക മാ ദാമത് അർവാഹും ഫി അജ്സാദിഹിം. അല്ലാഹുവേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. മനുഷ്യൻ്റെ ശരീരത്തിൽ ആത്മാവുള്ളിടത്തോളം കാലം അവരെയെല്ലാം ഞാൻ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇബ്ലീസ്
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്ന വർത്തമാനമാണ്. ഇതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി ഫഖാല അല്ലാഹു തആല, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, വ ഇസ്സതി വ ജലാലി, എൻ്റെ പ്രതാപവും എൻ്റെ മഹത്വവും തന്നെയാണ് സത്യം, ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫിറൂനി, എന്നാൽ എൻ്റെ അടിമകൾ എന്നോട് പാപമോചനം തേടാൻ സന്നദ്ധരാണ് എങ്കിൽ അവരെപ്പോഴെല്ലാം പാപമോചനം തേടുന്നോ ആ സമയങ്ങളിലെല്ലാം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഇബ്ലീസ് നമ്മളെ വഴിപിഴപ്പിക്കുകയും അള്ളാഹു പുറത്തു തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ തീർച്ചയായും നമ്മളൊക്കെ നരകത്തിൻ്റെ അവകാശികളായി തീരും. എന്നാൽ അള്ളാഹു പറയുന്നത്, എൻ്റെ അടിമ എപ്പോഴെല്ലാം എന്നോട് പാപമോചനം തേടാൻ സന്നദ്ധനാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവന് പുറത്തു കൊടുക്കും എന്നാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒന്ന് സൃഷ്ടിപ്പിലും അതോടൊപ്പം തന്നെ പിശാചിൻ്റെ ഇടപെടൽ മൂലവും നമുക്ക് തെറ്റുകൾ സംഭവിക്കാനുള്ള, നന്മയിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇസ്തിഗ്ഫാറിൻ്റെ, തൗബയുടെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മസീഅൻ നഹാർ. അള്ളാഹു എത്രമേൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം, അവൻ്റെ ദയാവായ്പ് അവൻ്റെ വിശ്വാസികൾക്ക് മുന്നിൽ അള്ളാഹു വിശാലമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഹദീസാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മസീഅൻ നഹാർ, മനുഷ്യൻ പകലിൽ ചെയ്തു പോകുന്ന തെറ്റുകൾ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരങ്ങളെ രാത്രിയിൽ അവൻ്റെ നേരെ വിരിച്ചു വെച്ചിരിക്കുന്നു, നീട്ടി വെച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ രാത്രിയിൽ അള്ളാഹുവിനോട് പാപമോചനം തേടാൻ ആരാണുള്ളത്? റബ്ബ് സുബ്ഹാനഹു വ തആല രാത്രിയിൽ പകൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഏറ്റുപറയുന്ന വിശ്വാസികളെ പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ്റെ ഇസ്തിഗ്ഫാറിൻ്റെ, തൗബയുടെ, റഹ്മത്തിൻ്റെ കരങ്ങൾ നീട്ടിവെച്ചിരിക്കുന്നു. എന്നാൽ ആരാണ് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത്? വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മസീഅൽ ലൈൽ, രാത്രിയിൽ സംഭവിച്ചു പോയ തെറ്റുകൾ പുറത്തു തരുന്നതിന് വേണ്ടി പകലിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങൾ നീട്ടിവെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏതു സമയവും, എല്ലാ സമയവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ സന്നദ്ധനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുതന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിച്ചതും. ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് 39-ാം അധ്യായം സൂറത്തു സുമറിലെ 53-ാമത്തെ വചനം, ഖുൽ, പ്രവാചകരെ അവരോട് പറയണം, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനും ആണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നതായി കാണുവാൻ സാധിക്കും. അടിമകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുന്നതായി നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. നമ്മളോട് ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരാൻ സന്നദ്ധനായിരിക്കുന്നു. എന്നാൽ ആ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയി, ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് ആലോചിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. ഇനി എന്തിന് നമ്മൾ തൗബ ചെയ്യണം? തൗബ ചെയ്തില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന അപകടം എന്താണ്? അതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാം. നമ്മൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന അപകടം എന്താണ്? നമ്മൾ രഹസ്യമായും പരസ്യമായും ചെയ്തു പോന്നിട്ടുള്ള തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന അപകടം എന്താണ്? നമുക്കൊരു ദിനം വരാനുണ്ട്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്, ജീവിക്കുന്നത് തന്നെ. നമ്മൾ ഉണരുമ്പോൾ പ്രാർത്ഥിക്കുന്നതും ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നതും അതിനിടയിൽ വന്നു പോകുന്ന എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ആ ഒരു ദിനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ ആ ദിനത്തിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് യൗമ തുബ്ലസ് സറായിർ,
എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അല്ലെങ്കിൽ ആ വരാനിരിക്കുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കപ്പെടും എന്നുള്ളതാണ്. നമ്മൾ രഹസ്യമായി ചെയ്തിട്ടുള്ള ചാറ്റുകൾ, നമ്മൾ രഹസ്യമായി ചെയ്തിട്ടുള്ള നമ്മുടെ സെർച്ച് ഹിസ്റ്ററികൾ, ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഇരുട്ടിൻ്റെ മറവിലോ അല്ലെങ്കിൽ ആളുകൾ കാണുന്നില്ല എന്ന ബോധ്യത്തിൻ്റെ പിന്നിലോ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന എല്ലാവരുടെയും നിസ്സംഗതയുടെ മറപിടിച്ചോ നമ്മൾ ചെയ്തു പോന്നിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ലോകർ കാണെ പരസ്യപ്പെടുത്തുന്ന ഒരു ദിവസം വരാനുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിൽ നമ്മുടെ തിന്മകൾ ഹാജരാക്കപ്പെട്ടാൽ എങ്ങനെയുണ്ടാകും? വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 49-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വവുളി അൽ കിതാബ്, വവുളി അൽ കിതാബ്, നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ വെക്കപ്പെടും, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, അന്നേ ദിവസം കുറ്റവാളികളായ ആളുകൾ, മുജ്രിമീങ്ങളായിട്ടുള്ള ആളുകൾ ആ പുസ്തകത്തിൽ ഉള്ള തൻ്റെ കർമ്മരേഖയിൽ ഉള്ള അവൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് അവൻ വേവലാതിയിലായിരിക്കും, അവന് വല്ലാത്ത ആശങ്കയായിരിക്കും, അവൻ വല്ലാത്ത ഭയവിഹ്വലതയിലായിരിക്കും ആ ഗ്രന്ഥത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത്. വയഖൂലൂൻ, എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, യാ വൈലന മാലിഹാദൽ കിതാബ്, ഞങ്ങളുടെ നാശമേ, മാലിഹാദൽ കിതാബ്, എന്തൊരു വല്ലാത്ത കിതാബാണിത്, എന്തൊരു വല്ലാത്ത രേഖയാണിത്. ലാ യുഗാദിർ സഗീറതൻ വലാ കബീറ, ഞാൻ നിസാരമെന്ന് കരുതിയ ചെറിയ കാര്യങ്ങൾ പോലും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ. നമ്മൾ നിസാരമെന്ന് കരുതുന്നത് ആരും ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരാളും ഒരു തിന്മയായി പരിഗണിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും, ഒരു ചെറിയ പൊട്ടുപൊടി പോലും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ല അഹ്സ്വാഹ, എല്ലാം കൃത്യമായി ക്ലിപ്തപ്പെടുത്തി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. വവജദൂ മാ അമിലു ഹാദിറൻ, അതത്രയും പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? വവജദൂ, അവർക്ക് കാണാം, മാ അമിലു, അവർ ചെയ്തു പോയത്, ഹാദിറൻ, അവിടെ അങ്ങോട്ട് പ്രദർശിപ്പിക്കുന്നു. അവർ ചെയ്തു വെച്ച തെറ്റുകളെയെല്ലാം ലോകർ കാണെ അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന്. ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് മുജ്രിമീങ്ങളായ തെറ്റ് ചെയ്തു പോയിട്ടുള്ള ആളുകൾ വല്ലാത്ത വേവലാതിയിലും ആശങ്കയിലും ഭയത്തിലും ആയിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ. സഹോദരന്മാരെ, എങ്ങനെ ഉണ്ടാകും ആ ദിവസം? എൻ്റെയും നിങ്ങളുടെയും തെറ്റുകൾ നമ്മൾ ഫേസ് ലോക്ക് ഇട്ട് പ്രത്യേകമായ ആപ്പുകളിൽ ഒളിപ്പിച്ചു വെച്ചത്, പ്രത്യേകം ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്ത് ആർക്കും എത്താൻ കഴിയാത്ത രൂപത്തിൽ, ആർക്കും അറിയാത്ത നമ്പർ ലോക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചത്, ആരും കാണില്ല എന്ന് കരുതി ഏറ്റവും സേഫായ സെർച്ച് എഞ്ചിൻ എന്ന് വിചാരിച്ച് നമ്മൾ കയറി സെർച്ച് ചെയ്തത്, അങ്ങനെയുള്ള സെർച്ച് ഹിസ്റ്ററികളെല്ലാം ഒരു മോണിറ്ററിൽ എന്ന പോലെ ആളുകൾ കാണെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം എങ്ങനെ ഉണ്ടാകും? എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ കൂടെയുള്ള, നമ്മുടെ പത്നി അറിയാത്തത്, നമ്മുടെ സഹപാഠി അറിയാത്തത്, നമ്മുടെ മനസ്സറിയുന്നവർ എന്ന് വിചാരിക്കുന്ന പലരും അറിയാത്തത്, നാം ചെയ്തു വെച്ചത് പലതും നാളെ എല്ലാവരും കാണുക, എൻ്റെ അയൽവാസികളും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളും, അങ്ങനെ എൻ്റേതെന്ന് പറയാൻ ആരൊക്കെയുണ്ടോ അവരെല്ലാം കാണുക. ആരൊക്കെ കാണാതിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ ഞാൻ ഇരുട്ടിൻ്റെ മറവിൽ ആ തെറ്റ് ചെയ്തിട്ടുള്ളത്, അവരെല്ലാം ഞാൻ ചെയ്ത ആ തെറ്റുകൾ കാണുന്ന ഒരു ദിവസം എങ്ങനെ ഉണ്ടാകും? സഹോദരന്മാരെ, അതുകൊണ്ട് ആ ഒരു ദിവസത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അത് കർമ്മരേഖകളിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള പരിശ്രമം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതല്ല എങ്കിൽ വഷളാകും. നാളെ റബ്ബിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നതിനോടൊപ്പം തന്നെ ആളുകളെല്ലാം ഇതങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ ഉറപ്പാണ് വല്ലാത്ത വിഷമവും വേദനയുമായിരിക്കും നമുക്കുണ്ടാകുക. ആ ചിന്ത, നാളെ അങ്ങനെ ഒരു ദിനം വരാനുണ്ട് എന്ന ചിന്ത ഇന്ന് നമ്മുടെ ബോധ്യത്തിലുണ്ടായാൽ അള്ളാഹുവിനോട് ഇത് ഏറ്റുപറയാൻ നമുക്ക് യാതൊരു വിധത്തിലുള്ള മടിയും ഉണ്ടാവില്ല. അതിന് ആദ്യം നമുക്ക് ബോധ്യമാകേണ്ടത് എന്താണെന്നറിയോ?
ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ എന്നോട് തന്നെയുള്ള അക്രമമാണ് എന്നാണ്. ഈ തെറ്റുകളെല്ലാം ചെയ്യുമ്പോൾ ഇതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്സത്തിന്, അള്ളാഹുവിൻ്റെ ജലാലീയത്തിന് യാതൊരു വിധത്തിലുള്ള കുറവും സംഭവിക്കുകയില്ല എന്നും, എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നുവെങ്കിൽ അത് എൻ്റെ പരലോകത്തിനാണ് എന്നുമുള്ള ബോധ്യം, എന്നോട് തന്നെയാണ് ഞാൻ അക്രമം പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന പരിചയപ്പെടുത്തി 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 23-ാമത്തെ വചനം, ഖാല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബന വലംനാ അൻഫുസന. ആദ്യത്തത് ഏറ്റുപറച്ചിലാണ്. റബ്ബന, അള്ളാഹുവേ, വലംനാ അൻഫുസന, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്, ദുൽമ് ചെയ്തിട്ടുണ്ട്. വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, നീ ഞങ്ങളോട് ക്ഷമിച്ചിട്ടില്ല എങ്കിൽ, നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അപ്പോൾ ആദ്യം ഉണ്ടാകേണ്ട ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളോട് തന്നെ ചെയ്യുന്ന അക്രമമാണ് എന്ന്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞപ്പോഴും പറഞ്ഞ വർത്തമാനം അതുതന്നെയാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ വചനം, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി ഒരു ജനവിഭാഗത്തെ കടൽ കടത്തി രക്ഷപ്പെടുത്തി കൊണ്ടുപോയതിന് ശേഷവും, അള്ളാഹുവിൻ്റെ ഏകത്വം പൂർണ്ണമായും അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷവും അവർ ബിംബങ്ങളെ വെച്ച് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, ഇത് ഖാല മൂസാ ലിഖൗമി യാ ഖൗമി ഇന്നകും വലംതും അൻഫുസകും, അല്ലയോ സമുദായമേ, നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അവർ യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? അള്ളാഹുവിന് പുറമെ ബിംബത്തെ ആരാധിച്ചു. അപ്പോൾ ആരോടാ അക്രമം? അള്ളാഹുവിനോടല്ലേ? അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനോടല്ലേ അവർ അക്രമം പ്രവർത്തിച്ചത്? അല്ല, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിന് ഒരു ഇടിവും എവിടെയും സംഭവിക്കുകയില്ല. നേരെ മറിച്ച് അവരോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത്. ആ ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് ബിത്തിഹാദിക്കുമുൽ ഇജിൽ, നിങ്ങൾ ആ ബിംബത്തെ സ്വീകരിച്ചതിലൂടെ, പശുക്കുട്ടിയെ ആരാധിക്കാൻ ഒരുങ്ങിയതിലൂടെ നിങ്ങളോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത്. ഫത്തൂബു, അതുകൊണ്ട് ഫത്തൂബു ഇലാ ബാരിഉക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായി കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആദ്യം നമുക്ക് ബോധ്യം ഉണ്ടാകണം, എന്നോട് ഞാൻ ചെയ്യുന്ന അക്രമമാണ് എൻ്റെ തെറ്റുകൾ എന്ന്, എൻ്റെ പാപങ്ങൾ എന്ന്. അതുകൊണ്ട് എന്നെ നാളെ പരലോകത്ത് രക്ഷപ്പെടുത്തണം എന്ന് എനിക്കുണ്ട് എങ്കിൽ ആദ്യം അത് വിചാരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിന് അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയാനും അതിനെ പൊറുക്കലിന് തേടാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി, നിഷ്കപടമായ മനസ്സോടുകൂടി, അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിലേക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വാമദിയ ഗോത്രക്കാരിയായ ഒരു പെൺ, നമുക്കറിയാം ആ ചരിത്രം. വ്യഭിചാരം എന്ന് പറയുന്ന ഒരു മഹാപാതകം ചെയ്തതിന് ശേഷവും വിവാഹിതയായിരിക്കെ വ്യഭിചാരം ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് കുറ്റം ഏറ്റുപറഞ്ഞ്, അവൾ ഗർഭിണിയായിരിക്കെ, അവൾ മുലയൂട്ടേണ്ടവളായിരിക്കെ, അവൾക്ക് സമയം വർദ്ധിപ്പിച്ച് നൽകിയിട്ടും കുറേ നാളുകൾക്ക് ശേഷവും ആ കുറ്റബോധം കൊണ്ട് മനമുരുകിയ ആ പെണ്ണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തനിക്ക് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ, എറിഞ്ഞു കൊല്ലുക എന്ന് പറയുന്ന ശിക്ഷ നടപ്പിലാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കെതിരെ ആ ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്. അതിനുശേഷം ആ സ്ത്രീക്ക് വേണ്ടി നമസ്കരിക്കുന്ന സമയത്ത്, മയ്യത്ത് നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, തുസല്ലി അലൈഹ യാ നബി അല്ലാഹ് ലഖദ് സനത്, പ്രവാചകരെ, വ്യഭിചാരം ചെയ്ത ഒരു പെണ്ണിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് നമസ്കരിക്കേ? അഷ്റഫുൽ ഖൽക്കായ പ്രവാചകരെ, അങ്ങ് എന്തിനാണ് വ്യഭിചാരം എന്ന കുറ്റം ചെയ്ത് അത് ഏറ്റുപറഞ്ഞ് അതിന് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി, ലഖദ് താബത് തൗബതൻ ലൗ ഖസ്സംത ബൈന അഹ്ലി മദീന ലൗ ഖസ്സംത ബൈന 70 മിൻ അഹ്ലി മദീന ലവസിഅതഹും. ഉമറേ, ലഖദ് താബത് തൗബതൻ, ആ പെണ്ണൊരു തൗബ ചെയ്തിട്ടുണ്ട്.
ആ തൗബയുടെ മഹത്വം എന്താണെന്നറിയോ? ലൗ ഖസ്സംത ബൈന 70 മിൻ അഹ്ലി മദീന, മദീനയിലുള്ള 70 ആളുകൾക്ക് അവളുടെ തൗബയെ നീ വീതിച്ചു കൊടുക്കുകയാണ് എങ്കിൽ ലവസിഅതഹും, അവർക്കത് മതിയാകുന്നതാണ്. മദീനയിലുള്ള 70 ആളുകൾക്ക് അവളുടെ തൗബ വീതിച്ചു കൊടുക്കുകയാണ് എങ്കിൽ സ്വർഗപ്രവേശനത്തിന്, നരകമോചനത്തിന് അവർക്കത് മതിയാകുന്നതാണ് എന്നാണ്. അത്രയും വിശാലമായ അർത്ഥത്തിൽ, അത്രയും വലിയ ഗൗരവത്തിലാണ് ഇസ്ലാം അതിനെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇസ്ലാമിലെ പദവിയും സ്ഥാനവും, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. നിങ്ങൾ നിഷ്കളങ്കമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് മടങ്ങാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളുടെ തെറ്റുകളെ അള്ളാഹു നന്മയാക്കി മാറ്റും എന്നാണ്. ചെയ്തു പോയ തെറ്റ് ആർക്കാണ് അതിന് കഴിയുക? അത്രമേൽ വിശാലമായ, അത്രമേൽ ഔദാര്യത്തിൻ്റെ ഉടമ അള്ളാഹു അല്ലാതെ മറ്റാരാണ് ഉള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തതിന് ശേഷം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അങ്ങനെ ഖേദിച്ചു മടങ്ങുന്ന സമയത്ത് തൗബക്ക് ചില കണ്ടീഷനുകളുണ്ട്. അത് പൂർത്തിയാക്കി വേണം തൗബ ചെയ്യാൻ. അതുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിയുക എന്നുള്ളതും, ആ ചെയ്ത തെറ്റിൽ മനസ്സിന് ഖേദമുണ്ടാവുക എന്നുള്ളതും, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങിപ്പോവില്ല എന്ന് മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി തീരുമാനമെടുക്കുക എന്നുള്ളതും തൗബയുടെ ശർത്തിൽപ്പെട്ടതാണ്. അങ്ങനെ പൂർണ്ണ അർത്ഥത്തിൽ ഒരാൾ തൗബ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ തിന്മകളെ നന്മകളെ ഇരട്ടിപ്പിച്ച് തരുമെന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് അവരുടെ തിന്മകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റിത്തരും എന്നാണ്. മറ്റൊരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളോടുള്ള ഇഷ്ടം വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ആഹാരവും തനിക്ക് വേണ്ടതെല്ലാം ആ ഒട്ടകത്തിൻ്റെ പുറത്താണ് ഉള്ളത്. അങ്ങനെ ഇരിക്കെ ക്ഷീണം കാരണം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന മനുഷ്യൻ്റെ ഒട്ടകത്തെ നഷ്ടപ്പെട്ടു പോകുകയാണ്. ഉറക്കം എണ്ണീറ്റ് നോക്കുമ്പോൾ ഒട്ടകത്തെ കാണാനില്ല. ജീവിതം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന അവസ്ഥ. കാരണം കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും എല്ലാം സർവസ്വവും ആ ഒട്ടകത്തിൻ്റെ പുറത്താണ്. കുറേ അലഞ്ഞു നടന്നു നോക്കി, പക്ഷെ അതിനെ കിട്ടിയില്ല. ക്ഷീണം കൊണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് വീണ്ടും ഉറങ്ങിപ്പോകുന്ന മനുഷ്യൻ കണ്ണ് തുറന്നു നോക്കുമ്പോഴേക്ക് അയാളുടെ മുന്നിൽ ആ ഒട്ടകത്തെ കാണുകയാണ്. നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന തൻ്റെ ജീവിതം കൺമുന്നിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് വികാരത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു പോയത്രേ, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്, അല്ലാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ് എന്ന്. അത്രത്തോളം ആ സന്തോഷത്തിൻ്റെ ആധിക്യം പ്രകടിപ്പിക്കണം. അങ്ങനെ പറഞ്ഞു പോയ ഒരു മനുഷ്യൻ എങ്ങനെ ഉണ്ടാകും അയാളുടെ സന്തോഷം? നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം എങ്ങനെ ഉണ്ടാകും? അതിനേക്കാൾ സന്തോഷമാണ് തെറ്റ് ചെയ്ത ഒരു അടിമ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുമ്പോൾ എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, നമുക്ക് പാപം പുറത്തു തരുന്നത് കൊണ്ട്, നമ്മുടെ തൗബ സ്വീകരിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശാലതയും ആ കാരുണ്യത്തിൻ്റെ ആഴവും എത്രയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് സാധിക്കണം, നാളെ പരലോകത്ത് എൻ്റെയും നിങ്ങളുടെയും തിന്മകൾ ആളുകൾ കാണെ വിശദീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണം എങ്കിൽ ഇപ്പോൾ തന്നെ അള്ളാഹുവിനോട് ഏറ്റുപറയാൻ, അതിന് ഏറ്റവും യോജിച്ച, അതിന് ഏറ്റവും ഉത്തമമായ ഒരു സമയത്തിലാണ് നാം ഉള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. നാളേക്ക് ഇനി ഒരു അവസരം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ അള്ളാഹുവിനോട് ഏറ്റുപറയാൻ കഴിയണം. കാരണം റമളാനിൻ്റെ ഓരോ കർമ്മങ്ങൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയായി പറഞ്ഞത്, പ്രതിഫലമായി പറഞ്ഞത് ഇതേ ഇസ്തിഗ്ഫാർ, പാപമോചനം തന്നെയാണ്. മൻ സ്വാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും നോമ്പ് നോറ്റാൽ പ്രതിഫലേച്ഛയോടുകൂടി, ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി നോമ്പ് നോറ്റാൽ അവന് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ പാപമോചനമാണ്. മൻ ഖാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാനിൽ രാത്രി നമസ്കരിക്കുന്ന ആളുകൾക്കും പ്രതിഫലമായി
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇതേ പാപമോചനം തന്നെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും യോജിച്ച ഒരു സമയത്താണ് നാം ഉള്ളത്. അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, മൻ അദ്റക റമളാനൻ ഫലം യുഗ്ഫറ ലഹു ഫമത. മൻ അദ്റക റമളാൻ, ഒരാൾക്ക് റമളാൻ എന്ന് പറയുന്ന അനുഗ്രഹം വന്നു കിട്ടി, ഫലം യുഗ്ഫറ ലഹു, എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൻ്റെ പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഫമത, ഇനി എപ്പോഴാണ്? ഇനി ഇതിനേക്കാൾ നല്ല ഒരു അവസരം ഏതാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ്. സഹോദരന്മാരെ, ആരോഗ്യമുള്ള ആയുസ്സുള്ള നമ്മുടെ ഈ സമയത്ത് അള്ളാഹുവിനോട് ഇന്ന് രാവിലെയും സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നതിന് മുൻപ് നമ്മുടെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ആദ്യം ഉയർന്നു കേട്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. നമ്മളെപ്പോലെ നമ്മളോടൊപ്പം ഇന്നലകളിൽ നോമ്പിലുണ്ടായിരുന്ന ഒരാൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടുകൊണ്ടാണ് സുബഹി നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. എന്ത് ഗ്യാരണ്ടി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ? അതുകൊണ്ട് അള്ളാഹുവിനോട് ഇന്നു തന്നെ, ഇപ്പോൾ ഈ ആരോഗ്യവും ആയുസ്സുമുള്ള ഈ സമയത്ത് തന്നെ അള്ളാഹുവിനോട് ഏറ്റുപറയാൻ നമുക്ക് കഴിയണം. ഇതിനേക്കാൾ നല്ലൊരു അവസരം നമുക്ക് വരാനില്ല എന്ന ബോധ്യത്തോടു കൂടി, അങ്ങേയറ്റം അള്ളാഹുവിലുള്ള പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലഅഅലമുന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാല ജിബാലി തിഹാമ ഫയജ്അലുഹ അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. എൻ്റെ ഉമ്മത്തിലെ ചില ആളുകൾ, ലഅഅലമുന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ ചില ആളുകളെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാല ജിബാലി തിഹാമ, തിഹാമ മലയോളം ഉയരത്തിൽ നന്മകളുമായി ഒരു വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് വരും. ഫയജ്അലുഹുല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ, എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നന്മകളെയെല്ലാം കാറ്റിൽ പറക്കുന്ന ധൂളികളാക്കി പറത്തിക്കളയും എന്നാണ്. അതിനെയെല്ലാം നിഷ്ഫലമാക്കി കളയും, യാതൊരു പ്രതിഫലവും നൽകാത്ത. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, തിഹാമ മലയോളം നന്മകളുമായി വന്ന ഒരു മനുഷ്യൻ്റെ ഒരു അണു നന്മ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഖാല സൗബാൻ റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോൾ സ്വഹാബികളിൽ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലന, പ്രവാചകരെ അവരാരാണ്, അവരുടെ വിശേഷണം എന്താണ് എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, പ്രവാചകരെ അങ്ങനെ അറിഞ്ഞാൽ ആ കൂട്ടരിൽ ഞങ്ങൾക്ക് പെടാതിരിക്കാലോ. എന്തുകൊണ്ടാണ് ഈ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയത് എന്നറിഞ്ഞാൽ ഞങ്ങൾക്കതിൽ പെടാതിരിക്കാമല്ലോ. ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ മറ്റാരുമല്ല, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. വമിൻ ജിൽദതിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ തൊലിയിൽ നിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ രക്തത്തിൽ തന്നെയുള്ള ആളുകളാണ്, അഥവാ വിശ്വാസികളായ ആളുകൾ തന്നെയൊക്കെയാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രിയിൽ എന്താണോ ചെയ്യുന്നത് അതൊക്കെ അവരും ചെയ്യുന്നുണ്ട്. രാത്രിയിൽ നിങ്ങൾ നിന്ന് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവരും രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു കുഴപ്പമുണ്ട്. വലാകിന്നഹും അഖ്വാമുൻ, അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യവുമായി അവർ ഒറ്റക്കാവുകയാണ് എങ്കിൽ ഇൻതഹഖൂഹ, അവർ അതിൽ വ്യാപൃതരാകും എന്നതാണ്. അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു, ചുറ്റും തന്നെ അറിയുന്ന ആരുമില്ല, തന്നെ നിരീക്ഷിക്കാൻ ആരുമില്ല, താൻ ആ തെറ്റ് ചെയ്യുന്നത് ഒരാൾ പോലും അറിയില്ല മനുഷ്യരിൽ എന്ന ഒരു ബോധ്യം വരുമ്പോഴേക്ക് അവൻ ആ അവസരത്തെ ഉപയോഗപ്പെടുത്തി ആ തെറ്റിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. എൻ്റെ സഹോദരന്മാരോട്, അതും യുവാക്കളായിട്ടുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളോട് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ തെറ്റുകളുടെ രൂപം മാറുകയാണ്. ഇവിടെ ഒരുപക്ഷെ തലനരച്ച ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മേഖലകളിലാണ് തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ മേഖല തന്നെ വേറെയാണ്. നമ്മൾ ഒരു ലോകം തന്നെ സൃഷ്ടിച്ച് അത് കയ്യിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ആ ലോകത്ത് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം ഉണ്ട്. ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാനും ആവശ്യമില്ലാത്തത് ഒഴിവാക്കാനുമുള്ള വകതിരിവ് സഹോദരന്മാർക്കുണ്ടാവണം. അതല്ല എങ്കിൽ നമ്മളും ഈ കെണിയിൽ പെട്ടുപോകും. നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കയറുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പരസ്യമുണ്ട്. നിങ്ങൾ 1 രൂപയുണ്ട് എങ്കിൽ നിങ്ങളുമായി ചാറ്റ് ചെയ്യാൻ സംവദിക്കാൻ തയ്യാറായി ഒരു പറ്റം ആളുകൾ ഉണ്ട് എന്നാണ്. നമ്മുടെ കുട്ടികൾക്കറിയാം. അത്തരം പരസ്യങ്ങൾ കണ്ടിട്ട് ആ മേഖലകളിലേക്ക്, അഥവാ തെറ്റ് എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടു കൂടി കാണുകയും അതൊരു കോമണാക്കി മാറ്റുകയും ഇതൊന്നും ഒരു തെറ്റേ അല്ല എന്ന രൂപത്തിലേക്ക് ജനങ്ങളുടെ മനസ്സ് മാറ്റുകയും ചെയ്യുന്ന രൂപത്തിൽ സാധാരണക്കാരായ ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് നമ്മൾ ഇത്തരം പരസ്യങ്ങൾ കാണുന്നത്. ആണും പെണ്ണുമെല്ലാം നമ്മളോട് രാത്രികാലങ്ങളിൽ നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിരിക്കണം. 1 രൂപ മതി എന്നുള്ളതാണ് വാഗ്ദാനം. അത്തരം കെണികളിൽ നമ്മൾ വീണു പോവുകയാണ് എങ്കിൽ നമ്മുടെ ഹസനാത്തുകളെ, നമ്മളെക്കുറിച്ചാണ്, അത്തരത്തിൽ വീണു പോകുന്ന ആളുകളെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത്, മുന്നറിയിപ്പ്. അങ്ങനെ ആരും അറിയാത്ത ഒരു അവസ്ഥയിൽ അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ചെയ്യാനുള്ള അവസരം വീണ് കിട്ടുമ്പോൾ അവിടെ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ആർക്ക് കഴിയുന്നുവോ, ആ രൂപത്തിലുള്ള തഖ്വയും ഈമാനും നേടിയെടുക്കാൻ ആർക്ക് കഴിയുന്നുവോ അവർക്കാണ് പരലോകത്ത് വിജയമുള്ളത്. അവർക്കാണ് ഇഹലോകത്ത് ചെയ്ത നന്മകൾ ആ രൂപത്തിൽ തന്നെ നാളെ പരലോകത്തും ഉപയോഗപ്പെടുക എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുകയും എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് രഹസ്യമായി ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിയെടുക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, കുല്ലു മ്രിഇൻ ഫീ ളില്ലി സദഖതിഹി ഹത്താ യുഫ്സലു ബൈനൻ നാസ്. നാളെ പരലോകത്ത് എല്ലാ ആളുകളും അവരവർ ഉണ്ടാക്കിയ തണലിൻ്റെ കീഴിലായിരിക്കും ജനങ്ങൾക്കിടയിൽ അള്ളാഹു വിധി നടപ്പിലാക്കുന്നതുവരെ. പരലോകത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, നമുക്കറിയാം. ആ ചൂടത്ത് നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു തണൽ ലഭിക്കുമോ എന്ന ആഗ്രഹത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കായി ഒരു തണൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തണൽ ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് പ്രവാചകൻ പറഞ്ഞത് കുല്ലുംരിഇൻ ഫീ ളില്ലി സ്വദഖതിഹി, താൻ ചെയ്ത സ്വതക്കയുടെ തണലിലായിരിക്കും അവൻ എന്നാണ്. അവനവൻ ചെയ്ത സ്വതക്ക കൊണ്ട് നാളെ പരലോകത്ത് മറ്റൊരു തണലുമില്ലാത്ത ആ നാളിൽ ഒരു തണൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 വിഭാഗം ആളുകളെ പ്രവാചകൻ പഠിപ്പിച്ചല്ലോ. അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ. അതിൽ ഒരു വിഭാഗത്തെ എണ്ണിയത് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമു ശിമാലഹു മാ തുൻഫിഖു യമീന. വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാത്ത വിധം തൻ്റെ സ്വതക്കകളെ ഗോപ്യമാക്കി വെച്ച് സ്വതക്കയിൽ സജീവമായ ആളുകളെയാണ് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ളില്ല്, അള്ളാഹുവിൻ്റെ തണൽ നൽകുന്ന 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. നോക്കൂ, നമുക്ക് തന്നെ നമ്മുടെ ളില്ല്, നമ്മുടെ തണലിനെ ശക്തിപ്പെടുത്താനും അതിനെ വിസ്തൃതമാക്കാനും കഴിയുന്ന ഒരു അവസരം ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വതക്കയുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ സ്വതക്ക അതുകൊണ്ട് ജീവിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ഇനി ജീവിതം മുന്നോട്ട് പോയേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അവരെ പരിഗണിക്കാൻ നമുക്ക് ഈ റമളാനിൽ കഴിയണം. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള
തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും നോമ്പുതുറ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതിൽ ഭാഗവാക്കാകുകയും അതിൻ്റെ ഗുണഭോക്താക്കളാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസത്തിലും നോമ്പ് തുറപ്പിക്കുന്നതിന് ആവശ്യമായ സംഖ്യയുടെ കണക്കുകൾ നമ്മുടെ പള്ളിയുടെ മുന്നിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്ന രൂപത്തിൽ അതിൽ ഇടപെടലുകൾ നടത്താൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിക്കുകയാണ് എങ്കിൽ അയാൾ നോറ്റ ആ നോമ്പിൻ്റെ കൂലി കൂടി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുകയും ആ രൂപത്തിൽ അതിനോട് നാളെ പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാളെയും നിങ്ങൾ മുന്നിൽ കാണേണ്ടതില്ല. ഇന്ന ആൾ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വിചാരിക്കുക, അങ്ങനെ ഒരു വിചാരത്തോടു കൂടി നിങ്ങൾ 1 രൂപ കൊടുക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ കൊടുക്കുന്നത് 1 രൂപയാണ് എങ്കിലും ഇതെൻ്റെ റബ്ബിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് എന്ന നിയ്യത്തോടു കൂടി കൊടുക്കാൻ കഴിയുമെങ്കിൽ നാളെ പരലോകത്ത് രക്ഷയുള്ളൂ. അതുകൊണ്ട് കൊടുക്കുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉള്ളിൽ ഉദ്ദേശിച്ച് ആ നിയ്യത്തോടു കൂടി കൊടുക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മളോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മളിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്, നമ്മുടെ പ്രാർത്ഥനയിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം രോഗങ്ങളെ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തോടുകൂടി ദീർഘായുസ് നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു അവരെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടുപോയ ആളുകൾ, അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.